ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി എത്തുന്ന അതിഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് കേട്ടോ ഈ അരിപ്രാവുകൾ. ഇവർ ഒരു 3-4 വർഷങ്ങളായിട്ട് ഇവരിങ്ങനെ സ്ഥിരമായി എത്തും. ആദ്യം ഒന്ന് വന്നിരുന്നു, പിന്നെ ഒന്നിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ സ്ഥിരമായിട്ട് 3 വരെ. ഇവർക്കൊരു ടൈമിംഗ് ഉണ്ട് കേട്ടോ. ആ ടൈമിനനുസരിച്ച് ഇവർ വന്നിട്ട് നമുക്ക് അരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ വല്ലാത്ത ഒച്ചപ്പാടുണ്ടാക്കും. അപ്പോൾ ഇവർക്ക് അരി കൊടുക്കുക എന്നത് ഞങ്ങൾക്കൊരു പതിവ് ശീലമായി. കാരണം വേറെ കിളികളൊക്കെ വരുവാണെങ്കിൽ കൂടി കണ്ടില്ലേ ഇവർ ഒച്ചപ്പാടുണ്ടാക്കുന്നത്. വേറെ കിളികൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ ഓട്ടിക്കും. കാരണം ഇവർക്ക് ഭയങ്കര ഒരു ഫ്രീഡം ഇവിടെ കിട്ടിയതുപോലെയാണ് കേട്ടോ. കാരണം അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ പ്രകൃതിയിൽ ഒരുപാട് ഇവരെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും നമ്മളോട് ഒരുപാട് സ്നേഹം ഉണ്ടാകും. അപ്പോൾ ഇവർ ദൂരെ നിന്ന് നമ്മൾ ഈ അരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവർ അരിയൊന്നും കൊത്തി ഇങ്ങനെ പറിക്കുന്നത് കാണത്തില്ല കേട്ടോ. നമ്മൾ അത് സുരക്ഷിതമായിട്ട് ഇവർ ആ അരി കൊത്തി പറിക്കുന്നത് കണ്ടല്ലോ. അത് നമ്മൾ ദൂരെ നിന്ന് നമ്മൾ ആനന്ദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊക്കെ നമുക്ക് അങ്ങനെയൊന്നും കിട്ടത്തില്ല. അവർ നമ്മൾ കാണാതെ നമ്മൾ ഇറങ്ങി ചെല്ലുവാണെങ്കിൽ അവരങ്ങ് പറന്നു പോകും. പക്ഷേ അറിയാതെ വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ എനിക്ക് ഇന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഒരു നല്ലൊരു ചാൻസ് കിട്ടിയപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്തോളൂ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ്സ് ഇട്ടോളൂ. അതുപോലെ തന്നെ കാരണം പ്രകൃതിയും നമ്മൾ പ്രകൃതിയിലെ ജീവജാലകങ്ങളെ സ്നേഹിക്കണം എന്നുള്ള ഒരു പാഠമാണെന്ന് തോന്നുന്നു ഇതില്ലേ. കാരണം അത്രയ്ക്കാണ് അവരുടെ സേഫ്റ്റിയാണല്ലോ അവർ നോക്കുന്നത്. അതുപോലെ നമുക്ക് അറിയാം ലോകമെമ്പാടും കാണപ്പെടുന്ന ഇണക്കമുള്ള ഒരു പക്ഷികളാണല്ലോ ഈ പ്രാവുകളെന്ന് പറയുന്നത്. ഒരുപാട് പ്രാവുകളുണ്ട്. ഇപ്പോൾ അമ്പലങ്ങളിൽ അമ്പലപ്രാവുകളുണ്ട്, മാണ്ടപ്രാവുകളുണ്ട്, അതുപോലെ തന്നെ കാട്ടുപ്രാവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ അരിപ്രാവുകളാണ് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ പറയുന്നത്. അരിപ്രാവുകളാണ്. വേറെ എന്തോ പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവർ ഒരുപാട് കൂട് വെക്കും. അതുപോലെ തന്നെ മുട്ടയിടും കുഞ്ഞുങ്ങളെ. കാരണം ഇവർ വലിയ മരങ്ങളുടെ മുകളിലാണ് ഇവർ കൂട് വെക്കുന്നത്. ഇവരുടെ കൂടുകൾ ചിലപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് മുട്ട വിരിയുന്നത് ഒക്കെ ഇതാണ്. കാരണം അത്രയ്ക്ക് ഇവരുടെ പിന്നെ അതുപോലെ ഒരു പ്രത്യേക ടൈപ്പാണ് ഇവരുടെ കരച്ചിലെന്ന് പറയുമ്പോൾ. അവർ ഇങ്ങനെ പൊതുവേ പ്രാവുകളെന്ന് പറയുമ്പം സമാധാനപ്രിയരാണ്. ഇവരുടെ കരച്ചിലാണെങ്കിലും ഒരു സാധാരണ കിളികളെ പോലെ പക്ഷികളെ പോലെ അല്ല, ഒരു പ്രത്യേക ടൈപ്പിലാണ് ഇവരുടെ ആ ഒരു കരച്ചിലെന്ന് പറയുമ്പോൾ. പ്രാവുകളുടെ കരച്ചിൽ കേട്ടവർക്കറിയാം. വല്ലാത്തൊരു നമ്മളെ എങ്ങനെയാണ് എവിടെ നിന്നാണെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും പ്രാവുകളുടെ ആ കരച്ചിൽ. എന്നാലും അരിപ്രാവുകളൊക്കെ ഇങ്ങനെ വീടുകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അരി കൊത്തി പറിക്കുന്ന ഒരു കാഴ്ച ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ഒരു അത്ഭുതമാണ് ഇത്. കാരണം ഇവരങ്ങനെ ഇണങ്ങില്ല, ഇണങ്ങിയാൽ പിന്നെ പോകത്തുമില്ല. കാരണം ഇവർക്ക് പിന്നെ അരി മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം വേറെ ഗോതമ്പ് അങ്ങനെയൊന്നും കൊടുക്കുന്നത് നമ്മളായിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അതൊന്നും ഇടില്ല. ഇവർക്ക് ഇഷ്ടപ്പെടുന്നത് അരിയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ അരിയാണ് എപ്പോൾ വരുമ്പോഴും കൊടുക്കുന്നത്. കാരണം ഇത്രയ്ക്ക് എന്താ പറയേണ്ടത്, പിന്നെ ഇവർ ഇത്രയ്ക്ക് ഇങ്ങനെ ഈ ഒരു കാഴ്ചയുണ്ടല്ലോ, അത് നമ്മളെന്താണെങ്കിലും മനസ്സുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും ആനന്ദവും കൂടിയാണ്. നമ്മളെ മനുഷ്യരെ പോലെ തന്നെയാണ് ഇവർ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരിത്. കാരണം ഇവർ എന്താ പറയേണ്ടത്, നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം നമുക്ക് തിരിച്ചിങ്ങോട്ടും സ്നേഹം തരുന്ന ഒരു പാഠമായിരിക്കും ഇല്ലേ ഇതിലേ ഉള്ളത്. എന്താണെങ്കിലും ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ. കാരണം ഇത് മനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം ഒരു അപൂർവ ഒരു കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. കാരണം ഞങ്ങളുടെ വീടിപ്പോൾ പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുക്കുന്ന ഒരു തീറ്റ കളമായി മാറിയിരിക്കുന്നു. കാരണം ഇപ്പം ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് മഴയൊക്കെയുള്ള സമയത്ത്, കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് ഇവർ വരില്ല. പക്ഷേ ഇവർ മഴയല്ലേ, അപ്പോൾ ഇവർ ഒരിക്കലും വരില്ല മഴയായതുകൊണ്ട്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ കൊമ്പുകളിലൊക്കെ ഇരുന്നുകൊണ്ട് ഇവർ ഒരുപാട് ഒച്ച വെച്ച് ഇങ്ങനെ കരയുന്നതാണ്. കാരണം എനിക്കൊന്ന് അവർക്കപ്പോൾ ഫുഡ് കിട്ടാത്തത് കൊണ്ടുള്ള ആ ഒരു അവർക്കൊന്നും ഇപ്പം പഴങ്ങളുടെ കാലങ്ങളങ്ങ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു പ്രശ്നമല്ല. ഇവർ എപ്പോഴെങ്കിലും നിന്നൊക്കെ നല്ല പഴങ്ങളൊക്കെ കഴിച്ചോളൂ എന്തെങ്കിലുമൊക്കെ. പക്ഷേ ഈ മഴക്കാലത്താണ് ഇവരിങ്ങനെ വല്ലാത്ത ഇവരുടെ ഒരു കഷ്ടം. കാരണം ഇവർക്ക് ഒന്നും കിട്ടാനില്ല, പഴങ്ങളില്ല, ഒന്നുമില്ല. ഇപ്പം തോട്ടത്തിലൊക്കെ ഒരുപാട് കാന്താരിമുളകൊക്കെ ഉള്ള സമയത്ത് അതൊക്കെ തിന്നുള്ളൂ. അതുപോലെ തന്നെ പഴങ്ങൾ, ചക്കപ്പഴം, മാങ്ങപ്പഴം അങ്ങനെയൊക്കെ തിന്നുള്ളൂ. പക്ഷെ നല്ല മഴയുള്ള സമയത്താണ് ഇവരുടെയൊക്കെ ഒരു കഷ്ടം. കാരണം അന്നേരമാണ് നമ്മളെ വന്നിട്ട് ഇവർ ശല്യപ്പെടുത്തുന്നത്. എന്നാലോ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചത് ഇവർക്ക് പെട്ടെന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാനൊന്നും എടുത്ത് കൊടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പം നമുക്കറിയുന്നില്ല ഇവരിങ്ങനെ അറിയുന്നില്ല എന്നല്ല, നമ്മൾ അത്ര മൈൻഡ് ആക്കാറില്ല.
അത് ഇവരെന്ത് ചെയ്യുമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അന്നേരം ഇത് ഉണ്ടല്ലോ ആ വലിയ കൊപ്പിലൊക്കെ ചെന്നിട്ടിരുന്ന് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ അപ്പം ഏകദേശം നമുക്ക് പിന്നെ ഞാൻ വെറുതെ ഒന്ന് കളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇവർ ഓടി വന്നിങ്ങനെ കൊത്തിപ്പറിക്കുന്നത് കണ്ടു. അപ്പം നമ്മൾ മൈൻഡ് ആക്കിയില്ലെങ്കിലും ഇവരെന്താണ് നമ്മളെ വന്നിട്ട് ശല്യപ്പെടുത്തും, കാരണം അരി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇത്ര മനോഹരമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പം എന്താണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ പ്രകൃതിയോടും പക്ഷികളോടും കുറച്ച് സ്നേഹവും കാണിക്കുന്നത് നമുക്ക് ഒരുപാട് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ച അത്രയ്ക്ക് മനോഹരമായാണ് അല്ലേ. വീട്ടുമുറ്റത്ത് ഈ പ്രാവുകൾ, ഈ അരിപ്രാവുകൾ വന്നിട്ട് ഈ അരികളൊക്കെ കൊത്തിപ്പറിക്കുന്നത്. സാധാരണ മാടപ്രാവുകൾക്കും മാടപ്രാവുകൾക്ക് നമ്മൾ ഇങ്ങനെ അരികൾ കൊടുക്കും. പക്ഷെ അവർ ഒരുപാട് വരും, കൂട്ടത്തോടെ വരും. എനിക്ക് തോന്നുന്നത് നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് വന്നിട്ട് ശല്യപ്പെടുത്തും മാടപ്രാവുകൾ. നമ്മുടെ ഓട്ടുമരത്തും അങ്ങനെ എല്ലായിടത്തും വന്നിരിക്കും. പക്ഷെ അതുപോലെ ഒന്നും അല്ല കേട്ടോ ഈ അരിപ്രാവുകൾ ഒരുപാട് ദൂരെ നിന്ന് എവിടുന്നോ എന്തോന്നറിയില്ല. അപ്പം അതുമാത്രമല്ല, ഇതൊരു വന്ന് പോയാൽ പിന്നെ അതിങ്ങനെ ശല്യപ്പെടുത്താതെ ഇവരിങ്ങനെ വന്നോളും. നല്ലതാണിത് ഇങ്ങനെ വരുന്നതെന്ന് പറയുന്നത്, അറിയില്ല എന്താണെങ്കിലും. അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു കാഴ്ച കുറച്ച് നേരവും കൂടെ നിങ്ങൾ കണ്ടോളൂ. ഓക്കേ.